വെൽക്കം ടു ഹെൽത്ത് ക്യാബിൻ. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അന്തവും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖരായ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ ചെയ്യുന്ന വർഷങ്ങളുടെ പരിചയമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറിൽ നിന്നും പോളിസി എടുക്കുവാൻ ശ്രമിക്കുക. വളരെയധികം ആളുകൾ, അതും ദിവസത്തിൽ ഒരു 10-12 പേര് വെച്ച് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അറിയുവാൻ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ അതിൽ 2-3 പേർക്ക് മാത്രമാണ് നമുക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കില്ല. മറിച്ച് ഒരു വലിയൊരു അപകടമോ അല്ലെങ്കിൽ ഒരു മാരകമായൊരു രോഗമോ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുക. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നല്ല കമ്പനിയുടെ കുറഞ്ഞ പ്രീമിയത്തിൽ ലഭിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കിട്ടുവാനും സാധ്യമല്ല. കാരണം ചില അപകടങ്ങളും ചില രോഗങ്ങളും തുടർച്ചയായി ക്ലെയിം വരുന്നൊരു സാഹചര്യം വരുന്നതാണെന്ന് ഇൻഷുറൻസ് കമ്പനികൾ മനസ്സിലാക്കിയാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നതല്ല. അതിന് ഒരു ഉദാഹരണം ഇപ്പോൾ അടുത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവരുടെ ഭാര്യയും മൂത്ത മകനും അവിടെ ജോലി ചെയ്യുന്നു. അവർക്ക് 3 പേർക്കും അവിടെ ഇൻഷുറൻസ് ഉണ്ട്. താഴെയുള്ള കുട്ടി, രണ്ടാമത്തെ മകന് ഇൻഷുറൻസ് ഇവിടെ പഠിക്കുന്നതുകൊണ്ട് അവന് അവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നാട്ടിൽ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് ബൈക്കിൽ പോകുമ്പോൾ ഒരു അപകടം സംഭവിച്ചു. അത് കഴുത്തിൽ ഒരു ഗുരുതരമായ അപകടം പറ്റി. 6 ലക്ഷം രൂപയോളം ചിലവായി. അപ്പോൾ അനിയന് താഴെയുള്ള ആൾക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് 6 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവനെ കൂടി ചേർത്തിട്ട് വേണം പോളിസി എടുക്കണം എന്നാണ് അവരുടെ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അവനൊഴിച്ച് ബാക്കി അച്ഛനും അമ്മയ്ക്കും മൂത്ത മകനും കൂടി മാത്രമേ, അങ്ങനെ 3 പേർക്ക്, അതായത് 4 ആളിൽ 3 ആൾക്ക് മാത്രമേ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കൊടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗൾഫിൽ ജോലിയുള്ളവരായാലും നാട്ടിലുള്ളവരായാലും ആരോഗ്യമുള്ളപ്പോൾ നാട്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കണം. ഗൾഫിലുള്ളവർ ഇവിടെ എടുത്തു വെക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗൾഫിൽ ഇൻഷുറൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ ക്ലെയിം കിട്ടി. അവിടെ വെച്ചാണ് നിങ്ങൾക്കൊരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഗുരുതരമായൊരു അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേ അവസ്ഥ തന്നെയായിരിക്കും നാട്ടിൽ വന്നാലും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ ഇതുപോലെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ, നാട്ടിൽ വന്നാൽ ഇതുപോലെ നമുക്ക് നല്ലൊരു ഹെൽത്ത് പോളിസി എടുക്കുവാൻ സാധ്യമല്ല. ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നല്ലൊരു തുകയുടെ കവറേജുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി വേണമെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 25 ലക്ഷം കവറേജ് കിട്ടുന്ന ഒരു പോളിസിയുടെ പ്രീമിയം പറഞ്ഞു കൊടുത്തു. പുള്ളി അത് എടുക്കാൻ തയ്യാറായെങ്കിലും ആൾ കുറച്ചും കൂടി ആലോചിച്ചു. കാരണം ഒരു ചെറിയൊരു അപകടത്തിൽ 6 ലക്ഷം രൂപ ചിലവായിപ്പോൾ എനിക്കും ഭാര്യയ്ക്കും മകനും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്സോ വന്നു കഴിഞ്ഞാൽ കോടികളുടെ ചിലവ് ഇപ്പോൾ വരുന്ന സാഹചര്യത്തിൽ പുള്ളി എന്നോട് 1 കോടിയുടെ പ്രീമിയം എത്രയാണെന്ന് ചോദിച്ചു. അത് പറഞ്ഞു കൊടുത്തു. ആൾ അങ്ങനെ 1 കോടിയുടെ പോളിസി എടുത്തു. കുറഞ്ഞ പ്രീമിയത്തിൽ ടോപ്പ് പ്രീമിയം അടച്ച് 1 കോടിയുടെ കവറേജുള്ള പോളിസി എടുത്തു. ഇതിന് ശേഷം പുള്ളിയുടെ ഫ്രണ്ട്സും കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും മകൻ്റെ അസുഖങ്ങളെപ്പറ്റി അപകടത്തിനെ പറ്റി ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി അവരോട് ഗൾഫിൽ ജോലി ഉണ്ടെങ്കിലും നാട്ടിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പലവരും എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം വേറെ 2 പേരെടുത്തു. ഇപ്പോഴും പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പലരും വെയിറ്റിംഗ് പീരീഡ് ചോദിക്കുന്നുണ്ട്. അതുപോലെ എക്സ്ക്ലൂഷൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത്, നിലവിൽ ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിദഗ്ധ ചികിത്സാരംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത പോളിസികൾ വരെ ലഭ്യമാണ്. പലരും അത് അറിഞ്ഞിട്ടില്ല. അത്
വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരു പോളിസിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള പോളിസികളും ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പരിധിയില്ലാത്തതും വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്തതുമായ പോളിസികൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വെറും 10,000 രൂപയ്ക്ക് നമുക്ക് 1 കോടിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുറഞ്ഞ തുകയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുമോ എന്ന്. ഇപ്പോൾ നമുക്ക് വെറും 3,000 രൂപ വർഷത്തിലടച്ച് നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ എറണാകുളത്തുള്ള ഒരു മാഡം വിളിച്ചിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു പോളിസി ഉണ്ട്, അതിൽ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ പോളിസിയുടെ കൂടെ അച്ഛനെയും അമ്മയെയും കൂടി അതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ അത് അവർക്ക് ഒറ്റയ്ക്ക് വേറെ പോളിസി എടുക്കുന്നതാണോ നല്ലത്, അതോ എൻ്റെ പോളിസിയുടെ കൂടെ ചേർത്തുന്നതാണോ നല്ലത് എന്ന് അവർ ചോദിക്കുകയുണ്ടായി. അത് അവർക്ക് അവരുടെ കൂടെ ചേർത്തത് തന്നെയാണ് ലാഭം. കാരണം ഒറ്റയ്ക്ക് എടുക്കുന്നതും 3 പേര് കൂടി ഫാമിലി ഫ്ലോട്ടർ പോളിസി ആയിട്ട് എടുക്കുന്നതും തമ്മിൽ ഡിസ്കൗണ്ടിൽ വളരെ വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്കുള്ള പോളിസി എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതല്ല, 3 പേരെ കൂടി എടുക്കുമ്പോൾ മാക്സിമം പല കമ്പനികളിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. 22% വരെ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. നിലവിലുള്ള അഡ്വൈസറുമായി ബന്ധപ്പെട്ട് അവരോട് ചോദിച്ച് അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ പോളിസിയുടെ കൂടെ ചേർക്കുന്നതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇനി അഥവാ അവർക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് ചെയ്തു കൊടുക്കാം എന്നാണ് പറയുകയുണ്ടായത്. ആരോഗ്യമില്ലെങ്കിൽ സമ്പത്തുണ്ടായിട്ട് എന്താണ് കാര്യം? ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല ആരോഗ്യമുള്ളപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ 100% ക്ലെയിം ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ കവറേജ്, അൺലിമിറ്റഡ് കവറേജ് എന്നിവ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്ക് ബന്ധപ്പെടുക. അന്ന മാർക്കറ്റിംഗ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ്, ചാലക്കുടി, മാള, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ. ഫോൺ നമ്പർ 9744802450 9447994351.